ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലേക്കാണ് ഇനി. അവിടെ റമദാൻ വിപണിയുണ്ട്. അതിൻ്റെ കാഴ്ചകളും കൗതുകങ്ങളും വ്യത്യസ്തമാണ്. റമദാൻ കാലത്ത് ബഹ്റൈൻ്റെ തലസ്ഥാന നഗരിയായ മനാമയിലെ ഈ സൂക്ക് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അലങ്കാര വിളക്കുകളും അറബ് പാരമ്പര്യത്തിന്റെ തുടിപ്പുകളും അടക്കം ചാരുതയുള്ള ഒട്ടേറെ കാഴ്ചകൾ. സൂക്കിലെ പ്രധാന വിപണിയുടെ ഇരുവശത്തും ചെറുകിട ഇടത്തരം കച്ചവട സ്ഥാപനങ്ങളാണ്. അവയിൽ പലതും പ്രവാസികളുടേത്. കേരളക്കരയിൽ നിന്ന് അതിജീവനം തേടി കടൽ കടന്നെത്തിയവരുടേത്. മനാമ സൂക്കിലാണ് ഷോപ്പ്. ഇപ്പോൾ റംസാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കച്ചവടമെല്ലാം ഇപ്പോൾ ഒന്ന് ഓണാൻ പോകുന്നതാണ്. ഇപ്പോൾ ആള് വന്ന് തുടങ്ങും മാർക്കറ്റിൽ. ഇപ്പോൾ കടികളുടെ ഷോപ്പെല്ലാം ഇപ്പോൾ കൂടുതലായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പം അങ്ങനെ കച്ചവടത്തിലേക്കെല്ലാം എല്ലാവരും ഇറങ്ങി തുടങ്ങും എന്ന് വിചാരിക്കുന്നു. തുണിത്തരങ്ങൾ മുതൽ കളിപ്പാട്ടങ്ങൾ വരെ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ. നോമ്പുകാലം തുടങ്ങിയതോടെ നോമ്പുതുറ വിഭവങ്ങളും പലഹാരങ്ങളുമൊക്കെയായി റമദാൻ വിപണി സജീവം. മനാമ സൂക്കിൽ സന്ധ്യാനേരങ്ങളിൽ ഇങ്ങനെ ചില കച്ചവടങ്ങളാണ് പൊടി പൊടിക്കുന്നത്. നോമ്പുതുറ വിഭവങ്ങളുടെ ശേഖരവുമായി ചെറുകിട കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇവിടെ. അറേബ്യൻ വിഭവങ്ങൾ മുതൽ മലബാറിന്റെ തനത് രുചിയുള്ള എണ്ണക്കടികൾ വരെ ഇവിടെ ലഭ്യമാവുന്നു. നോമ്പ് അനുഷ്ഠിക്കുന്നവർ മാത്രമല്ല, നോമ്പെടുക്കാത്തവരും ഈ വിഭവങ്ങൾ വാങ്ങാനായി ഇവിടെ എത്തുന്നു. റമദാൻ കാലത്ത് മാത്രം കൂടുതലായി വിറ്റഴിയുന്ന സ്പെഷ്യൽ വിഭവങ്ങളുമുണ്ട് ഈ വിപണിയിൽ. ബഹ്റൈനിലെ വിവിധ സംഘടനകളുടെ ഇഫ്താർ പാർട്ടികളുടെ ഓർഡറുകളും ഇത്തരം ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പഴം പച്ചക്കറി വിപണിയും റമദാൻ കാലത്ത് സജീവമാണ്. കരകൗശല വസ്തുക്കളുടെയും അലങ്കാര ദീപങ്ങളുടെയും വലിയ ശേഖരം തന്നെയുണ്ട് ഉപഭോക്താക്കളെ കാത്ത് ഈ സൂക്കിൽ. അലങ്കാര വിളക്കുകളുടെ വർണ്ണപ്രഭയിൽ റമദാൻ വിപണി ഭംഗിയേറെയുള്ള ഒരു കാഴ്ചയായി മാറുന്നു. കർട്ടൻ, കാർപ്പറ്റ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും സന്ദർശകരെ ആകർഷിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും വിലക്കുറവും സൂക്കിലെ വിപണിയുടെ പ്രത്യേകതയാണ്. മാന്യം പ്രകടമായിരുന്ന വിപണിയിൽ റമദാൻ എത്തിയതോടെ ഉണർവ് പ്രകടമായെന്ന് മലയാളികളായ കച്ചവടക്കാർ പറയുന്നു. പിന്നെ ഇവിടുത്തെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് മെച്ചം വരുന്നുണ്ട്. ആദ്യം കുറച്ച് വളരെ മോശമായിരുന്നു കച്ചവടം ഒന്ന് ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാഹ് നോമ്പെല്ലാം തുടങ്ങിയവരെ പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കച്ചവടം വലിയൊരു മോശമൊന്നായി വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയിലാണുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനങ്ങ് നന്നാവുന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങളിവിടെ ഉണ്ട് കച്ചവടക്കാരുള്ള. സ്വദേശികളോടൊപ്പം വിവിധ ദേശക്കാരും രാജ്യക്കാരുമായ പ്രവാസികളാണ് മനാമ സൂക്കിനെ സജീവമാക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും സൂക്കിലെ റമദാൻ വിപണിയിൽ സ്ഥിരമായി എത്തുന്നുണ്ട്. പ്രവാസികൾ നാട്ടിൽ വെക്കേഷന് പോകുന്നതിന് മുമ്പുള്ള ഷോപ്പിങ്ങിനും ഈ സൂക്കിനെ പ്രധാന ആശ്രയമായി കാണുന്നു. നോമ്പിൻ്റെ കച്ചവടം എന്ന് വെച്ചാൽ നമുക്ക് 2 മാസം മുമ്പെയാണ് ശരിക്കും കിട്ടുക. നോമ്പിൻ്റെ മുമ്പ് 2 മാസം. കാരണം ടെക്സ്റ്റൈൽസ് എല്ലാം മുറിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട തുണിയായതുകൊണ്ട് അപ്പോൾ നോമ്പിനെക്കാട്ടും കൂടുതൽ കച്ചവടം കിട്ടുക നോമ്പിൻ്റെ മുമ്പെയാണ് കിട്ടുക. നോമ്പിന് നമുക്ക് സാധാരണ അത്ര ഒരു കച്ചവടം കിട്ടില്ല. കാരണം റെഡിമെയ്ഡ് പാർട്ടികൾക്ക് അങ്ങനെ കിട്ടുക. ശരിക്കും 1-2 മാസമായിട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയിട്ടുണ്ട് ബിസിനസ്സൊക്കെ. മോശമല്ല. ആവശ്യക്കാർ തേടുന്നതെന്തും വിലപേശി വാങ്ങാനുള്ള സ്വാതന്ത്ര്യത്തോടെ, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യത്തോടെ ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹ്റൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർക്ക് മനാമ സൂക്കിലെ റമദാൻ വിപണി ഏറെ പ്രിയങ്കരമാവുന്നതും.